നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ നരനാരായണാവതാരം ദക്ഷയാഗമെന്ന 16-ാമത്തെ ദശകത്തിലെ 5-ാമത്തെ ശ്ലോകം. പ്രേക്ഷകർ ശ്ലോകം ശ്രദ്ധിക്കുക. കാമോ വസന്തമലയാനിലബന്ധുശാലി കാന്താകടാക്ഷവിശിഖൈഃ വികസദ്വിലാസൈഃ വിദ്യന്മുഹുർമുഹുഃ അകമ്പമുദീക്ഷ്യ ച ത്വാം ഭീതസ്ത്വയാഥ ജഗതേ മൃദുഹാസഭാജ. അടുത്തതായ പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. കാമഃ വസന്തമലയാനില ബന്ധുശാലി കാന്താകടാക്ഷ വിശിഖൈഃ വികസത് വിലാസൈഃ വിദ്യൻ മുഹുർമുഹുഃ അകമ്പം ഉദീക്ഷ്യ ച ത്വാം ഭീതഃ ത്വയാ അധ ജഗതേ മൃദുഹാസഭാജ. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം നാം ചർച്ച ചെയ്യുന്നു, ശ്രദ്ധിക്കുക. വസന്തമലയാനില ബന്ധുശാലി കാമഃ കാന്താകടാക്ഷ വിശിഖൈഃ വികസത് വിലാസൈഃ മുഹുർമുഹുഃ ത്വാം വിദ്യഞ്ച അകമ്പം ഉദീക്ഷ്യ ഭീതഃ അധ ത്വം മൃദുഹാസഭാജ തം ജഗതേ. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. വസന്തം, മലയമാരുതം തുടങ്ങിയ ബന്ധുക്കളോടുകൂടിയ കാമദേവൻ വിലാസവതികളായ സുന്ദരികളായ അപ്സരസുകളുടെ കടാക്ഷ വിക്ഷേപം കൊണ്ട് തുടരെ അമ്പുകൾ എഴുതിയിട്ടും പ്രകമ്പനമില്ലാതെ ഒരു ഇളക്കവുമില്ലാതെ ഭവാനെ അവിടെ അപ്രകാരം നിൽക്കുന്നത് കണ്ടപ്പോൾ ഭയപ്പെട്ട കാമദേവനോട് മന്ദസ്മിതത്തോടുകൂടി ഭഗവാൻ ഇപ്രകാരം അരുളി ചെയ്തു.